ഈശോയിൽ പ്രിയപ്പെട്ടവർ, കുറേ വർഷങ്ങൾക്ക് മുൻപ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു സ്കൂളിലേക്ക് പോയി. UP സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ക്ലാസ് എടുത്ത് പോകുന്ന മധ്യേ അവരോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത്? കൊച്ചു കുഞ്ഞുങ്ങളല്ലേ? ഉത്തരം അവരുടെ ഭാഷയും ശൈലിയും ഒക്കെ രീതിയിൽ വളരെ രസകരമായിരുന്നു. ഒരു വിദ്വാൻ എഴുന്നേറ്റ് പറഞ്ഞു, തിന്നാൻ വേണ്ടി ജീവിക്കുന്നു. എല്ലാവരും ചിരിച്ചു. അവിടെ ഇരുന്ന് എല്ലാവരും ചിരിച്ചു. അധ്യാപകരും ചിരിച്ചു, ഞാനും ചിരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളത് തിന്നാത്തവരാണോ? അവൻ പറഞ്ഞ ആ വാക്കാണോ പ്രശ്നം? തിന്നാൻ വേണ്ടി ജീവിക്കുന്നു, അടിച്ചു പൊളിക്കാൻ വേണ്ടി ജീവിക്കുന്നു, കാശുണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്നു. ഇങ്ങനെ ആ 7ാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭാവനയനുസരിച്ച് കുസൃതിയും തമാശയും അല്പം ഗൗരവമൊക്കെയുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. കുറേ സമയം കഴിഞ്ഞ് ഉത്തരങ്ങളുടെ ഒഴുക്കൊക്കെ ഒന്ന് നിലച്ചു എന്നു കരുതിയ ഒരു സമയത്ത് ഒരു കൊച്ചു കുഞ്ഞ്, ഒരുപക്ഷെ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കൊച്ചുമകൻ, ആകെ ഇത്രയും പൊക്കവേ ഉള്ളൂ, അവൻ എഴുന്നേറ്റ് നിന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എനിക്ക് ഉത്തരം പറയണം. അപ്പോൾ നീ പറഞ്ഞു. അച്ഛൻ ഒന്നുകൂടെ ചോദിക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൻ ഒരു ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് ജീവിക്കാനും ജീവിപ്പിക്കാനും വേണ്ടിയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വർഷങ്ങൾ പഠിച്ച ദൈവശാസ്ത്രത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെയും വായനകളുടെയും ഒക്കെ അതിരുകൾക്കപ്പുറത്തേക്ക് ഒരു കൊച്ചു കുഞ്ഞ് എഴുന്നേറ്റ് നിന്ന് ധൈര്യപൂർവം എൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, ഞാൻ ജീവിക്കുന്നത് ജീവിക്കാനും ജീവിപ്പിക്കാനും വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഏതു ജീവിത അവസ്ഥയിൽ ജീവിക്കുന്നവരാണെങ്കിലും, ഏതു ദൈവവിളി തിരഞ്ഞെടുത്തവരാണെങ്കിലും, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു ദൗത്യമാണ്. ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. സ്വയം ജീവിക്കുവാനും മറ്റുള്ളവരെ ജീവിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതല്ലേ ഈ ലോകത്തിൻ്റെ നന്മയുള്ള, ക്ഷേമമുള്ള, അനുഗ്രഹമുള്ള, ഐശ്വര്യമുള്ള ഒരു ലോകത്തിൻ്റെ നീതിശാസ്ത്രം. അതായിരിക്കണം മനുഷ്യൻ്റെ, സമൂഹത്തിൻ്റെ കൂട്ടായ മുന്നോട്ടുള്ള പുരോഗമനത്തിൻ്റെ രീതിശാസ്ത്രം. പ്രിയരെ, ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം കാലത്തിൻ്റെ നിലവിളികൾ. കാലത്തിൻ്റെ നിലവിളികൾ തിരിച്ചറിയുക, ഉത്തരം കൊടുക്കുക. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വചനം ഇപ്രകാരം നാം വായിക്കുന്നു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. വീണ്ടും 9-ാം വചനത്തിൽ പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വയം ജീവിക്കുവാനും മറ്റുള്ളവരെ ജീവിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ ദൗത്യം നമ്മുടെ ജീവിതത്തിൻ്റെ വിളിയും ദൗത്യവുമാണ്. ഈ വിളി തിരിച്ചറിയുക എന്ന ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ ഈ കാലത്തിൻ്റെ നിലവിളികൾ തിരിച്ചറിയുവാനുള്ള യാത്രയിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായും പ്രഥമമായും പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതം ഒരു ദൈവവിളിയാണ്. ഇറ്റ്സ് എ വൊക്കേഷൻ. അച്ഛനാകാൻ സെമിനാരിൽ ചേർന്നവർക്കും കന്യാസ്ത്രീയാകാൻ കോൺവെൻറ്റിൽ പോയവർക്കും മാത്രമുള്ളതല്ല കത്തോലിക്ക സഭയിലെ ദൈവവിളി. എല്ലാ മനുഷ്യർക്കും ഒരു ദൈവവിളി ഈ ഭൂമിയിൽ ഉണ്ട്. അത് അവനായിരിക്കുന്ന, അവനായിരിക്കേണ്ട, ആയിത്തീരേണ്ട ജീവിതാവസ്ഥകളെ തിരിച്ചറിയുക എന്നതാണ്. ഒന്നാമതായി ഇത് ഒരു ദൈവവിളിയാണ് നമ്മുടെ ജീവിതം. ഞാൻ കുറേയധികം വിളികളെക്കുറിച്ച് ഇവിടെ സംസാരിക്കും. അങ്ങനെ വിളികളുടെ ഒരു ഘോഷയാത്രയായിരിക്കും ഈ ഒരു പ്രഭാഷണത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഒന്നാമതായി നമ്മുടെ ജീവിതം ഇതൊരു ദൈവവിളിയാണ്. ഈ ദൈവവിളി ഒരു വെല്ലുവിളിയാണ്. രണ്ടാമത്തെ വിളി വരിക. എപ്പോഴാണ് എൻ്റെ ദൈവവിളി ഒരു വെല്ലുവിളിയായി മാറുന്നത്? ഒരു സാധാരണ മനുഷ്യനെ പോലെ, ആ കുഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ
തിന്നാൻ വേണ്ടി, ഉറങ്ങാൻ വേണ്ടി, കുറേ കാശുണ്ടാക്കാൻ വേണ്ടി, കുറേ അടിച്ചു പൊളിക്കാൻ വേണ്ടി, കുറേ സൂഹിക്കാൻ വേണ്ടിയൊക്കെ ജീവിച്ച് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ചാലും എനിക്കങ്ങ് ജീവിച്ചു പോകാം. പക്ഷേ അതിനപ്പുറത്തേക്ക് എൻ്റെ ജീവിതം ഒരു വെല്ലുവിളിയായി മാറുന്നത് എപ്പോഴാണ്? എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉൾവിളി ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ആവണം പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വചനം കൃത്യമായി പറയുന്നു, ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണു പോവുകയില്ല. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണു പോവുകയില്ല. നമ്മുടെ ജീവിതം ദൈവവിളിയാണ്, അതൊരു വെല്ലുവിളിയാണ്, അതൊരു ഉൾവിളിയാണ്. ഈ ഉൾവിളി തിരിച്ചറിയുന്നവർക്ക് ഇത് ഒരു വെല്ലുവിളിയായി മാറും. നമ്മുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളി എന്നത് അത് ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തിൻ്റെ നിലവിളികൾക്ക് ഉത്തരമാവുക എന്നുള്ളതാണ്. അതാണ് കാലത്തിൻ്റെ നിലവിളികൾ. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ കാലത്തിൻ്റെ നിലവിളികൾക്ക് ഉത്തരം കൊടുക്കാതെ, ഉത്തരം കണ്ടെത്താതെ, അത് അഡ്രസ്സ് ചെയ്യാതെ, അതിനെ അഭിമുഖീകരിക്കാതെ, അതിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാതെ നമുക്ക് പോകാൻ കഴിയുകയില്ല. ഇന്ന് നാം ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ഈ കാലഘട്ടത്തിൻ്റെ 3 നിലവിളികളെക്കുറിച്ചാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 13-ാം തിരുവചനം മഗ്ദലന മറിയം പറയുന്ന ഒരു വാക്യമാണ്, വചനമാണ്. എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. പശ്ചാത്തലം നമുക്കറിയാം. ഉത്ഥാനാനന്തരം ഉയർപ്പിൻ്റെ അതിപ്രഭാതത്തിൽ കല്ലറയ്ക്ക് മുൻപിൽ വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മഗ്ദലന മറിയത്തോട് ഉള്ള ചോദ്യത്തിൻ്റെ മറുപടിയായി അവൾ പറയുകയാണ്, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. ഈ വചനത്തിന് തൊട്ടു മുൻപ്, അല്പം മുൻപ് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവൾ അതിരാവിലെ കല്ലറയെങ്കിലെത്തി. അവൾ നോക്കി, ഈശോയെ അവിടെ കണ്ടില്ല. അവൾ ഓടിച്ചെന്ന് ശിഷ്യന്മാർ വിവരമറിയിച്ചു. അവൾ തിരികെ വന്നപ്പോൾ തോട്ടക്കാരൻ ചോദിക്കുകയാണ്, നീ എന്തിനാ കരയുന്നത്? അവളുടെ കരച്ചിലിൻ്റെ കാരണം കർത്താവ് അവളുടെ ജീവിതത്തിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ടവർ, ഇന്ന് നാം ധ്യാനിക്കുന്ന 1-ാമത്തെ നിലവിളി, ഇത് ഒരു ഉത്തമനായ ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു വിശ്വാസിയുടെ നിലവിളിയാണ്. ഈ കാലഘട്ടത്തിൽ അടിയുറച്ച ബോധ്യമുള്ള, ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ഉത്തമ കത്തോലിക്കൻ്റെ, ഒരു ഉത്തമ ക്രിസ്ത്യാനിയുടെ, ഒരു ഉത്തമ ക്രിസ്തു ശിഷ്യൻ്റെ ഈ കാലഘട്ട നിലവിളിയായി ഇത്. എൻ്റെ കർത്താവ് മാറ്റപ്പെട്ടിരിക്കുന്നു. കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ചുറ്റുമുള്ള സമകാലിക സംഭവങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുക. ക്രിസ്തു മാറ്റപ്പെട്ട ശുശ്രൂഷകൾ, ആത്മീയത നഷ്ടപ്പെട്ട അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു ഉത്തമ വിശ്വാസിയുടെ ഈ നിലവിളി അത് ഉത്തരം കൊടുക്കപ്പെടണം, അതിന് പരിഹാരം ഉണ്ടാക്കപ്പെടണം. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ആത്മീയ ദാരിദ്ര്യമാണ്. ഈ ആത്മീയ ദാരിദ്ര്യം ഈ കാലഘട്ടത്തിൻ്റെ നിലവിളിയായി നമ്മൾ തിരിച്ചറിയണം. അത് ഓരോ മനുഷ്യൻ്റെയും, ഓരോ വിശ്വാസിയുടെയും, ഓരോ ക്രിസ്ത്യാനിയുടെയും, ഓരോ കത്തോലിക്കൻ്റെയും, ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും പ്രഥമവും പ്രധാനവുമായ കടമയാണ്. ഇടയ്ക്കൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ലോകത്ത് ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്താണ്? ഒരാൾക്ക് നേടിയെടുക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ഒരു പ്രാർത്ഥനയിൽ ഈശോ തന്ന ഉത്തരം എങ്ങനെയാണ്? ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു നല്ല ക്രിസ്ത്യാനി ജീവിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. പേരുകൊണ്ട്, വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, ഭാഷ കൊണ്ട്, വേഷം കൊണ്ടൊക്കെ പറ്റും. പക്ഷേ മനസ്സ് തൊട്ട്, ക്രിസ്തുവിനെ തൊട്ട്, അപരനെ തൊട്ട് ആ ക്രിസ്തീയത ജീവിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ബോധിച്ചു തന്നത്. ഒരു നല്ല ക്രിസ്ത്യാനിയായി, ഒരു ഉത്തമ കത്തോലിക്കനായി, ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി, ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി ജീവിക്കുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. ബാക്കിയൊക്കെ നമുക്ക് നേടിയെടുക്കാം, പക്ഷേ ഇത് നേടിയെടുക്കേണ്ടതല്ല, ഇത് ദൈവം തരേണ്ടതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യർക്കിത് അസാധ്യമാണ്. മനുഷ്യർക്കിത് അസാധ്യമാണെന്നേ. ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുക അസാധ്യമാണ്.
പക്ഷേ ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ വെട്ടം കിട്ടിയവർക്ക് മാത്രമേ, കൃപ ലഭിച്ചവർക്ക് മാത്രമേ ഇത് സാധ്യമാകുന്ന ക്രിസ്തു പറഞ്ഞത് ഈ ഒരു നല്ല ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുക അല്പം ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഈ നിലവിളിയുടെ പ്രസക്തി. എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. മഗ്ദലന മറിയം ആരാന്ന് നമുക്കറിയാം. ഈശോയുടെ ഹൃദയം തൊട്ട്, ചങ്ക് തൊട്ട്, ജീവൻ തൊട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇവളിൽ നിന്നാണ് 7 പിശാചുക്കളെ കർത്താവ് പുറത്താക്കിയെന്ന് പറയും. ഖലീൽ ജിബ്രാൻ്റെ സുന്ദരമായ ഒരു ചെറുകഥയുണ്ട് മഗ്ദലന മറിയത്തെക്കുറിച്ച്. അതിലെ കഥാകാരൻ ഇങ്ങനെ പറയുക, മഗ്ദലന മറിയം എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. എല്ലാ പുരുഷന്മാരെയും സമീപിക്കുന്ന അതേ മനോഭാവത്തോടെ അവൾ ക്രിസ്തുവിനെ സമീപിച്ചു. എന്നാൽ പിന്നീട് മാനസാന്തരത്തിൻ്റെ അവസാന സമയത്ത് മറിയം പറയുന്ന ഒരു വാക്കിങ്ങനെയാണ്, എന്തോ എനിക്കറിയില്ല, അവൻ്റെ കണ്ണുകളിലെ തിളക്കം എന്നിലെ വിഷസർപ്പത്തെ കൊന്നു. ഞാൻ ഒരു മറിയയായി, മഗ്ദലനായിലെ മറിയം. അതിന് കാരണമുണ്ട്. ക്രിസ്തു പറയുന്ന ഒരു വാക്ക് ജിബ്രാൻ ഇങ്ങനെ കുറിച്ച് വച്ചിരിക്കുക, മറിയം, എല്ലാ പുരുഷന്മാരും അവരവർക്ക് വേണ്ടിയാണ് നിന്നെ സ്നേഹിക്കുന്നത്, എന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. എല്ലാ പുരുഷന്മാരും അവരവർക്ക് വേണ്ടിയാണ് നിന്നെ സ്നേഹിക്കുന്നത്, എന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ജീവിതത്തിൽ ആദ്യമായി ഒരു വ്യക്തി, ഒരു പുരുഷൻ അവൾക്ക് വേണ്ടി അവളെ സ്നേഹിച്ചപ്പോൾ, അവിടെ ദൈവത്തിൻ്റെ വെട്ടം ക്രിസ്തുവിൻ്റെ കണ്ണുകളിൽ തിളങ്ങിയപ്പോൾ, ആത്മാവിൻ്റെ പ്രകാശം ആ മിഴികളിലും ബന്ധങ്ങളിലും കടന്നു വന്നപ്പോൾ, ഭാവിനിയായ ആ സ്ത്രീ വിശുദ്ധയായി മാറി. മഗ്ദലന മറിയം വിശുദ്ധയായി മാറുകയാണ്. ആ മറിയമ പറയുക, വിശ്വാസവും ആചാരങ്ങളും അഭിനയമാക്കിയവളല്ല, മറിച്ച് അനുഭവമാക്കിയവളുടെ പേരാ മഗ്ദലനായിലെ മറിയം. പലപ്പോഴും ഇന്ന് സംഭവിക്കുന്ന ഒരു ആത്മീയ അപജയമാണല്ലോ അഭിനയം. ദൈവത്തെ ഹൃദയം തൊട്ട് അനുഭവിച്ചവളുടെ പേരാ മഗ്ദലന മറിയം. അവിടെ അഭിനയിച്ചില്ല, അനുഭവിച്ചു. ഇന്ന് പലപ്പോഴും നമ്മുടെ ആത്മീയ മേഖലകളിൽ സംഭവിക്കുന്ന, ആചാര അനുഷ്ഠാനങ്ങളുടെ മേഖലയിൽ സംഭവിക്കുന്ന ഒരു വലിയ വിപത്തായത്. വലിയ അഭിനയമാണ്, അനുഭവമില്ല. അനുഭവം കുറയുകയും അഭിനയം കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ആത്മീയതയുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ദുരന്തം. ഈ ദുരന്തം ഒരു ഉത്തമനായ വിശ്വാസിക്ക്, ക്രിസ്തു ശിഷ്യന് ഒരു നിലവിളിയാണ്, ഒരു കണ്ണുനീരാ, ഒരു സങ്കടമാ, അതൊരു തേങ്ങല. ആ തേങ്ങല മഗ്ദലന മറിയത്തിൻ്റെ വായുടെ പുറത്തു വന്നത്, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി, തിരികെ തരുമോ ഞങ്ങളുടെ ക്രിസ്തുവിനെ എന്ന് ജനലക്ഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കാൻ പറ്റുമോ? നമുക്ക് കൊടുക്കണമെങ്കിൽ അഭിനയം നിർത്തണം, അനുഭവം തുടങ്ങണം. അഭിനയം നിർത്തണം, അനുഭവം തുടങ്ങണം. കാലഘട്ടത്തിൻ്റെ നിലവിളികൾ തിരിച്ചറിയുക. ദൈവാനുഭവം നേടിയെടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം തിരിച്ചറിയുവാൻ കഴിയുന്നിടത്ത് മഗ്ദലന മറിയത്തെ പോലെ നമുക്കും ദൈവത്തെ അന്വേഷിക്കാൻ കഴിയും. ആത്മീയത അന്യമായിക്കൊണ്ടിരിക്കുന്ന, ക്രിസ്തു ആർക്കൊക്കെയോ വേണ്ടി അട്ടിപ്പുറത്താക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഈ ക്രിസ്തുവിനെ നമ്മുടെ ദേവാലയങ്ങളിലേക്ക്, നമ്മുടെ അനുഷ്ഠാനങ്ങളിലേക്ക്, നമ്മുടെ പ്രാർത്ഥനകളിലേക്ക്, നമ്മുടെ ആത്മീയ ആഭിമുഖ്യങ്ങളിലേക്ക്, നമ്മുടെ അപരസ്നേഹത്തിൻ്റെ മനോഭാവങ്ങളിലേക്ക് ഒക്കെ തിരികെ കൊണ്ടുവരുവാൻ കഴിയും. അവിടെയാണ് എൻ്റെ ജീവിതം ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെതായി മാറുക. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ സാധ്യത, ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ അവസരം, ഈ കാലഘട്ടത്തിൻ്റെ നിലവിളികൾക്ക്, പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ, ആത്മീയതയുടെ, പ്രാർത്ഥനയുടെ, വിശുദ്ധിയുടെ, പൗരോഹിത്യത്തിൻ്റെ, സന്യാസത്തിൻ്റെ, ആത്മീയതയുടെ, കൂദാശ ജീവിതത്തിൻ്റെ ഒക്കെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ തന്നെ വിളിയും തിരഞ്ഞെടുപ്പും ഉത്തരവാദിത്തങ്ങളും പൂർണ്ണമായും കണ്ടെത്തിക്കൊണ്ട്, അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം, ദൗത്യം, കടമ, ഉത്തരവാദിത്വം തിരിച്ചറിയുവാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ നമുക്കും
വിശുദ്ധ ശ്ലീഹായോടൊപ്പം പ്രാർത്ഥിക്കാം. സഹോദരരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണു പോവുകയില്ല. അങ്ങനെ വീണു പോകാത്ത വിശ്വാസത്തിൻ്റെ, തളർന്നു പോകാത്ത ആത്മീയതയുടെ, ഒരിക്കലും തീരാത്ത വിശുദ്ധിയുടെ, മുഖം വാടിപ്പോകാത്ത നന്മയുടെ വിളനിലങ്ങളായി നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നന്ദി.